ഹലോ കൂട്ടുകാരെ, അഗ്രോ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ചീരച്ചേമ്പ് എന്നൊരു ചേമ്പിനെ പറ്റിയാണ്. അതിൻ്റെ ഗുണങ്ങൾ, അതായത് ഇതിനെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന്. ഇതാണ് ആ ചേമ്പ്. ഇതിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ നല്ല നുറി പോലെ ഇരിക്കും കേട്ടോ. ഇതിൻ്റെ അടിഭാഗം വെളുത്ത തണ്ടാണ്, വെളുത്ത തണ്ട്. ഇതിനെ നമ്മൾ ഇലയും തണ്ടും തോരൻ വെക്കാനായിട്ട് ഉപയോഗിക്കാം. കറികൾക്കായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ ചേമ്പിൻ്റെ ഇലകളും തണ്ടുകളും മാറിപ്പോയത് ചേമ്പ് മാറിപ്പോകാൻ പാടില്ല. ഇതിൻ്റെ തണ്ടുകൾ നല്ല വെളുത്തിട്ടിരിക്കും, നല്ല നുറി പോലെ നല്ല ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. ഇതിൻ്റെ നടുഭാഗത്തെ തണ്ട് നോക്കി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്ന് തോരൻ വെക്കാൻ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത്. ആർക്കും തെറ്റിപ്പോകാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണ് ഈ ഇല നല്ല രീതിയിൽ കാണിച്ചു തരുന്നത്. ഇത് എവിടെ കണ്ടാലും ആരും വിടാൻ പാടില്ല, എല്ലാവരും അത് നല്ല ഉപയോഗിക്കണം. ഇത് തോരൻ വെക്കുന്നതിന് വേണ്ടിയിട്ട് അടിപൊളിയാണ് കണ്ട. അതേസമയം നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന മറ്റേ ആ തോരൻ വെക്കുന്ന ചേമ്പിന് വിത്തുകളില്ല. നമ്മൾ വിത്തിന് വേണ്ടി പുഴുങ്ങി കറി വെക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ചേമ്പിൻ്റെ ഇല ഇങ്ങനെ ഈ നീളത്തിലുള്ള ഇങ്ങനെയുള്ള ആകൃതിയിലായിരിക്കുന്നത്. അതുകൊണ്ട് ചേമ്പില മാറിപ്പോകരുത്. മാറിപ്പോയി ഇതുപോലെ വേറെ ചേമ്പുകളുണ്ട്. അതിൻ്റെ തണ്ടുകളൊക്കെ കണ്ട വയലറ്റ് കളറ് ഇരിക്കുന്നത്, അത് നല്ല ഗ്രീൻ കളറിലിരിക്കുന്ന ചേമ്പുകളാണ് തണ്ടുകൾ. പക്ഷേ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല, ഇതൊക്കെ ചൊറിയും. അപ്പം ആദ്യം പരിചയപ്പെടുത്തി തന്ന അതേ ചേമ്പ് തന്നെ ചീരച്ചേമ്പായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നതാണ്. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പരിചയപ്പെടുത്തി തന്നതാണ്. ഇന്നൊന്ന് തോരൻ വെച്ചാലോ? തണ്ടും ഇലയും നമുക്ക് കളയാതെ തോരൻ വെക്കാൻ നല്ല രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് കഴുകി അതിൻ്റെ ഒരു തണ്ടിൻ്റെ പുറകിലൊരു പാട പോലെ ഉണ്ട്, അത് വലിച്ചു നീക്കിയതിന് ശേഷം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് തേങ്ങ ചിരുകിയത്, തേങ്ങയ്ക്ക് നല്ല വിലയാണ്, അതുകൊണ്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ. തേങ്ങ ചിരുകിയത്, കുറച്ച് മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, നല്ല ജീരകം, കുരുമുളക്, നമ്മുടെ സ്വന്തം വീട്ടിലുള്ള കുറച്ച് കാന്താരി, ഇതിനെ എല്ലാം കൂടെ ചതച്ചിട്ടാണ് നമ്മളിതിനെ വെക്കാൻ പോകുന്നത്. തേങ്ങയും മറ്റും ചതച്ച് നമ്മൾ നന്നായിട്ട് ഇതിൽ പുരട്ടിയെടുക്കുക. പുരട്ടിയെടുത്തതിന് ശേഷം ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ ഒരു കോഴിമുട്ട നന്നായി കഴുകി വൃത്തിയാക്കി അത് പൊട്ടിച്ച് ഈ എണ്ണയിലോട്ട് ഒഴിച്ച് വറുത്തെടുക്കുക. ഒരു നുള്ളി ഉപ്പും കൂടി ചേർത്ത് വേണം വറുത്തെടുക്കാൻ. അതിലേക്ക് നമ്മൾ റെഡിയാക്കി ഈ വെച്ച ഇല വാരി വെള്ളമൊന്നും കൂടാണ്ട് തന്നെ ഇടുക. പിന്നെ വെള്ളമൊന്നും ചേർക്കേണ്ടതായിട്ടില്ല. കൊടുത്ത് ഇളക്കുക. നന്നായി ഇളക്കി ഒന്ന് അടച്ച് വെക്കുക. ഗ്യാസ് സിമ്മിലിടണേ. അടച്ച് തീ നന്നായി കുറച്ച് ഇട്ട് ഒരു 5 മിനിറ്റ് വെക്കുക. ഉപ്പ് നമ്മൾ ആ ജീരകവും കുരുമുളകും കാന്താരിയുടെ മിക്സിയിൽ പൊടിക്കുന്ന നേരത്തെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. കാരണം അത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്ത് അതിലോട്ടാണ് നമ്മൾ തേങ്ങയും കൂടി ഇട്ട് പിന്നെ ചതച്ചെടുത്തത്. എടുത്ത് നമ്മൾ അടുത്ത് വെച്ചു. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ആദ്യമൊക്കെ വന്നു. ഒന്നിളക്കി വീണ്ടും തീ കുറച്ച് വെച്ചിട്ട് അടച്ച് വെക്കുക. കുറച്ച് നേരോടെ അടച്ച് ശേഷം കുറച്ച് സമയം ഇതുപോലെ ഇളക്കി കുറച്ച് സമയം തുറന്ന് വെച്ചിട്ട് ഇതിന് തീ കുറച്ചിട്ടുകൊണ്ട് തന്നെ നമ്മൾ ഇളക്കി എടുക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും അത് ഉപയോഗിച്ച് നോക്കണം. ഈ ചേമ്പിൻ്റെ ഇല എന്ന് പറയുന്നത്, ഈ ചേമ്പ് വിത്തുകളില്ലാത്തൊരു ചേമ്പ്, വിത്തില്ല അധികം. അത് നമുക്ക് ഗ്രോ ബാഗിൽ ചട്ടിയിൽ ഒക്കെ തട്ടുപിടിപ്പിക്കാവുന്ന, ഫ്ലാറ്റിൽ കുറച്ച് സ്ഥലം ഉള്ളവർക്കും ഇത് നന്നായി ഉപയോഗപ്പെടുത്താവുന്നത്. നമുക്ക് വിഷമില്ലാതെ പെട്ടെന്ന് തന്നെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ഇലയാണത്. ചേമ്പ്, ആ ചേമ്പിൻ്റെ പേരെന്നാ അറിയില്ല, ഒരു വെള്ള കളർ, അതിൻ്റെ തണ്ടു ഇപ്പോൾ കാണിച്ച പോലെ. അത് നമുക്ക് വീട്ടിൽ എവിടെ വേണേലും കുറഞ്ഞ സ്ഥലത്ത് ഒരുപാട് കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് നട്ട് പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ തോരൻ വെക്കാം. അപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. എന്നാൽ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. എല്ലാവരും അത് ഉപയോഗിക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചൂടിച്ചോറിലൂടെയും ഒക്കെ കഴിച്ച് നോക്കുക. എല്ലാവരും ഇതുപോലെ തന്നെ വെച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളും അറിയിക്കുക.